മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. പേര് മഞ്ജു. വയനാട് ജില്ലയിൽ പൂതാടി എന്ന സ്ഥലത്താണ് താമസം. ഈ ഒരു മഹത്തായ അവസരം എന്റെ കൈകളിൽ തന്നത് മറ്റാരുമല്ല, ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ ശക്തമായി പ്രവർത്തിക്കുകയും ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മൂത്ത ചേച്ചിയായ ബിന്ദു മാഡമാണ്. മാഡത്തിന് ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ രേഷ്മ മാഡം ഇവിടെ സംസാരിച്ചു എന്നെക്കുറിച്ച്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച സുകന്യ മാഡത്തിനും കൃത്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ടാണ് ബാലുശ്ശേരി നമ്മുടെ NTS ലീഡർ അനിൽകുമാർ സാറിന്റെ ഈ ഒരു ടീമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ജീവിതശൈലി രോഗം ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഒരുപാട് മരുന്നുകളെല്ലാം ഉപയോഗിച്ചു. ഒരു റിസൾട്ടും കിട്ടിയിരുന്നില്ല. പക്ഷെ ആ സമയത്താണ് ഓൺ ആൻഡ് ഓണിന്റെ ഹെർബൽ പേസ്റ്റ് കിട്ടിയതും മറ്റുള്ള ഓരോ ഉൽപ്പന്നങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ ആദ്യം തന്നെ കിട്ടിയത് ഒരു പല്ലിന് പുളിപ്പായിരുന്നു. ഒരുപാട് നാളുകൾ പഴക്കമുണ്ട് എൻ്റെ പല്ലിന് പുളിപ്പും മറ്റ് വേദനകളും എല്ലാം ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പേസ്റ്റും മരുന്നുകളും എല്ലാം മാറി ഉപയോഗിച്ചെങ്കിൽ പോലും അന്നൊന്നും ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ഷാജി സാർ, എൻ്റെ ഒരു ആങ്ങളെ കൂടിയാണ് ഷാജി സാറ്. ഷാജി സാറ് ഇങ്ങനെ പറഞ്ഞു, മഞ്ജു ഇന്നപോലെ ഒരു പേസ്റ്റ് ഉണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചപ്പം നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. ആ ഒരു പല്ലിന് പുളിപ്പ് എത്രയോ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല്ലിന്റെ പുളിപ്പ് 2 ദിവസം പേസ്റ്റ് ഉപയോഗിച്ചതേ മാറി. അപ്പൊ ഒന്നും കൂടെ ഒരു ഇഷ്ടം തോന്നി പേസ്റ്റിനോട്. അങ്ങനെ ഈ ഒരു അവസരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, അന്ന് ഒരു വീട്ടമ്മയായിരിക്കാണ് ഈ അവസരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കിതൊന്നും ചെയ്യാൻ താല്പര്യമില്ല ഇപ്പം. ഞാന് ഒരു എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഞങ്ങൾ 5 മക്കളാണ്. അപ്പൊ ഈ 5 പേരില് 4 പെൺകുട്ടികളും ഒരു ആങ്ങളെയും അടങ്ങുന്ന കുടുംബമാണ് അച്ഛനും അമ്മയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുറത്തിറങ്ങി പോയിട്ട് വലിയ ശീലങ്ങളോ പരിചയമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും ഒതുങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു. നല്ലൊരു റിസൾട്ട് കിട്ടി. അങ്ങനെ കുടുംബശ്രീയിൽ ആക്റ്റീവായിരുന്നു. അവിടെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഹോം ഷോപ്പ് എന്ന് പറയുന്നൊരു സംരംഭം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ജില്ലാ മിഷൻ വഴി തന്നെ സാധനങ്ങൾ ഇറക്കിത്തരും. 5 രൂപ മുടക്കാതെ മല്ലിപ്പൊടി, മുളക് പൊടി, ചായപ്പൊടി, കാപ്പിപ്പൊടി, അതുപോലെ നമുക്ക് നിത്യം ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ നമുക്കിവിടെ ഓരോ കുടുംബശ്രീക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അത് വീട്ടിൽ എത്തിച്ചു തരും. ആ ഒരു ഉൽപ്പന്നം ഞാൻ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ലാഭം, ആ പൈസ മാസത്തിൽ ഒന്നിച്ചാണ് അത് കൂട്ടുന്നത്. ആഴ്ചയിൽ കിട്ടില്ല. അങ്ങനെ അത് കണക്ക് കൂട്ടി അതിന്റെ ഒരു വരുമാനം 10,000 രൂപ വരെ എനിക്ക് മേടിക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു പരിചയം മാത്രമേ എന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുടുംബശ്രീയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് മറ്റുള്ള ഓരോ ഷോപ്പുകളിൽ നിൽക്കാനൊക്കെ ചേച്ചിമാരെല്ലാം പറഞ്ഞ സമയത്ത് മടിച്ചു നിന്നു. കാരണം 10ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് മക്കളായി കുടുംബമായി. അങ്ങനെ പോയത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഷോപ്പുകളിലൊന്നും നിൽക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഒരു കമ്പ്യൂട്ടർ ഒന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ ഏതൊരു ഷോപ്പിൽ പോയി നിൽക്കുകയാണെങ്കിലും അത്യാവശ്യം നമുക്ക് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി നിൽക്കേണ്ട, അതൊക്കെ ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം അതിൽ നിന്നെല്ലാം ബേക്കോട്ട് പോകാനായിരുന്നു അന്നെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുകയും അലർജി പ്രോബ്ലം ശക്തമായിട്ട് എൻ്റെ ശരീരത്തുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊന്നും എനിക്ക് ഇങ്ങനെയൊന്നും ഇരുന്ന് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്വെറ്റർ അല്ലെങ്കിൽ ഒരു ഷാളൊക്കെ പൊതച്ചുകൊണ്ട് മാത്രമേ എനിക്ക്, കാരണം ഒരു 12 മണി വരെ ആ ഒരു രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇതിൽ അലർജിക്കുള്ള മരുന്നുകൾ പ്രോഡക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അന്നൊക്കെ ഉള്ളിലേക്ക് കഴിക്കാൻ സത്യത്തിൽ പേടിയായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു മാറ്റം വന്നു. അങ്ങനെ ഞാൻ അതിന്റെ കോമ്പിനേഷൻ തന്നു. ആ കോമ്പിനേഷനിലുള്ള പ്രോഡക്റ്റുകൾ മേടിച്ച് ഉപയോഗിച്ചു. ബ്ലഡ് പ്യൂരിഫയർ, ഡെയിലി ഡിറ്റോക്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഉപയോഗിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പിന്നെ അതിനിടയ്ക്ക് 95 എല്ലാം കൂടി ആയിട്ട് തന്നപ്പം എൻ്റെ ഈ ഒരു അലർജി വർഷങ്ങളായിട്ട്, അതായത് ഈ അലർജി വന്നതും സൈഡ് എഫക്റ്റ് മൂലമാണ്. കാരണം ചെവിയുടെ പുറകിൽ ഒരു നീര് വരും. അതിന് പെൻസിൽ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ആ വേദന മാറി കിട്ടുകയുള്ളൂ. അതിനുശേഷം സ്കൂളിൽ പോലും പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ അതിൽ നിന്നുള്ള ഒരു സൈഡ് എഫക്റ്റ് തന്നെയായിരുന്നു എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിച്ചപ്പോൾ അലർജി പ്രോബ്ലം എത്രയോ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്നത്, അതിൽ എനിക്കൊരു റിസൾട്ട് കിട്ടി. അങ്ങനെ ഈ ഒരു അവസരം
ഒരു 8 വർഷം മുമ്പ് എന്നോട് ഈ ഒരു അവസരം ഷാജി സാറ് പറഞ്ഞു. അന്ന് പറഞ്ഞു, നീ എന്തായാലും ഈ പറയുന്ന സാധനങ്ങളെല്ലാം വിറ്റ് നടക്കുകയാണ്. നിനക്ക് പറ്റുകയാണെങ്കിൽ 5000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യ്. ഇവിടെ ഒരു ഹെയർ ഓയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് 75 രൂപയോളം നിനക്ക് ലാഭം കിട്ടുന്നുണ്ട്. 135 രൂപയോളം ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ നിനക്ക് ധൈര്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാം എന്ന് പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു വിറ്റ് നടക്കുന്നതിനോട് താല്പര്യം തോന്നിയത് MRP യിൽ മേടിച്ച് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മൂത്ത ആങ്ങളയുടെയും രണ്ടാമത്തെ ചേച്ചിയുടെയും ഐഡി ക്രിയേറ്റ് ചെയ്തു. ആദ്യം മൂത്ത ചേച്ചിയുടെ ഐഡി ക്രിയേറ്റ് ചെയ്തു. മാഡം കോട്ടയത്താണുള്ളത്. അവിടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അവിടെ ആളുകൾ വന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതെല്ലാം ഇവര് കണ്ടപ്പോൾ ഇവരും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഐഡി ക്രിയേറ്റ് ചെയ്യുകയും അവരും ഇതേപോലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എടുത്തുകൊണ്ട് വന്ന് ഇത് ഒരു ബിസിനസ് ആയിട്ട് അവർ ഏറ്റെടുത്ത് ചെയ്ത് ശക്തമായി പോകുന്ന സമയത്തും എന്നോട് പറഞ്ഞു, മഞ്ജു നിനക്ക് ഇനി സമയമുണ്ട്, ഒരു ഐഡി നീ ക്രിയേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ ക്രീമും ഫേസ് വാഷും നമ്മുടെ നീമിന്റെ സോപ്പും ഒക്കെ ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സോപ്പൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ എല്ലാം മാറ്റം എൻ്റെ ഒരു കൂട്ടുകാരി എന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ട്, മഞ്ജു നല്ലൊരു മാറ്റമുണ്ട്, നീ എന്താ ഉപയോഗിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ആ ടൈമിൽ എന്നോട് പറഞ്ഞു, എനിക്കും അതൊരെണ്ണം കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ഉൽപ്പന്നങ്ങളില്ല, ഞാൻ നേരെ ചേച്ചിയുടെ അടുത്ത് വന്ന് ആ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുകയും എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേനും അതിന്റെ പൈസ തന്നു. ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവള് വീണ്ടും വിളിക്കുകയാണ്, മഞ്ജു 3 ഹെയർ ഓയിൽ, 3 ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, സോപ്പ്. ആ കൂടെ ഞാനൊരു ഹെയർ ഓയിലിനെ കുറിച്ചും പറഞ്ഞു, ഇങ്ങനെ ഉണ്ട്, താരനും അകാല നരയ്ക്കും ഒക്കെ മുടി വളരാനും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു എണ്ണ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് എനിക്ക് വിളി വരുന്നു, 3 അതിനും ഒരു ഹെയർ ഓയിലും കൂടെ ആയിട്ട്. ഞാൻ ഇതെല്ലാം എന്റെ കയ്യിലില്ല, ഞാൻ ചേച്ചീന്റെ കയ്യിൽ നിന്നും ഞാൻ എടുത്ത് നേരെ ഒന്നെങ്കിൽ ഷാജി സാറിന്റെ വീട്ടിൽ പോകണം, അതല്ലെങ്കിൽ തൊട്ട് എന്റെ അടുത്ത് തന്നെ രണ്ടാമത്തെ ചേച്ചിയുള്ളത്, അപ്പൊ ചേച്ചീന്റെ അടുത്ത് പോകണം. അപ്പൊ ഞാൻ നേരെ ചേച്ചീന്റെ അടുത്ത് വന്നു, സാധനം ചോദിച്ചു, നേരെ എനിക്ക് ആ പ്രോഡക്റ്റ് തരികയും ഞാൻ അത് അവിടെ കൊണ്ട് കൊടുത്തു. വൈകുന്നേരം ആയപ്പോഴത്തേനും അവളുടെ കോൾ വരുന്നു, മഞ്ജു പൈസ റെഡിയാണ്, ഇതാ പൈസ കൊണ്ടുപോ, എനിക്ക് വരാൻ നേരം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ അതിന്റെ പൈസയും കൂടെ മേടിച്ച് ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ നിന്നും എനിക്ക് ചേച്ചി ഒരു 520 രൂപ എനിക്ക് ലാഭ പൈസയായിട്ട് എന്റെ കയ്യിലേക്ക് തന്നു. അതായത് ഞാൻ ആദ്യം മേടിച്ച പ്രോഡക്റ്റിന്റെ ഈ രണ്ടാമത് കൊടുത്ത പ്രോഡക്റ്റിന്റെയും കൂടെ കൂടിയിട്ടുള്ള ഒരു ലാഭ പൈസ എന്റെ കയ്യിലേക്ക് തന്നപ്പോൾ സത്യത്തിൽ ഞാൻ ചോദിച്ചു, ഞാൻ ഇതൊരു ബിസിനസ് ആയിട്ട് ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ എന്റെ കൂട്ടുകാരിക്ക് ചോദിച്ചപ്പോൾ കൊടുത്തു, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ അവിടെ നിന്നും ആ ഒരു 520 രൂപ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, ഞാൻ കൂടുതൽ പൈസ തന്നോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കൂടുതൽ പൈസ തന്നതല്ല, ഇതിനൊരു ലാഭ പൈസയുണ്ട്, ആ ലാഭ പൈസയാണ് നമുക്ക് തന്നേന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ണ് തുറന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു കുടുംബശ്രീന്റെ ഉൽപ്പന്നങ്ങൾ ഓരോന്നും കൊടുക്കുന്നു. ഹെയർ ഓയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ 5 രൂപയാണ് എനിക്ക് അവിടെ ലാഭം കിട്ടുന്നത്. അതുപോലെ ഒരു 1/2 കിലോന്റെ മുളക് പൊടി, ചായപ്പൊടി പാക്കിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 50 പൈസയാണ് നമുക്കുള്ള ലാഭം. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി ഞാന്. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു വരുമാനമാണ്. പക്ഷെ ഇവിടെ ഈ 3, 4, 5 പ്രൊഡക്റ്റ് കൊടുത്തപ്പം അതിൽ കൂടി കിട്ടിയ ഒരു ലാഭ പൈസ 520 രൂപ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കണ്ണ് തുറന്ന ഒരു സമയം തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ എന്തായാലും ചിന്തിച്ചു, വീട്ടിൽ എന്തായാലും ഇപ്പൊ അതിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഒരു കുറച്ച് നാളായിട്ട് ഞാൻ അതിൽ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വീണ്ടും ഈ ഒരു വിറ്റേന്റെ ലാഭ പൈസ കയ്യിൽ കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 3 പ്രാവശ്യം അവരെന്നോട് ഐഡി അടിക്കാൻ പറഞ്ഞിരുന്നു. ഐഡി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്തൊന്നും ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ എന്തായാലും അങ്ങോട്ടേക്ക് ഒരു ആവശ്യക്കാരിയായി മാറി എന്നുള്ളതാണ്. അതിനുശേഷം എന്റെ ഐഡി രജിസ്റ്റർ ചെയ്യുകയും 5000 രൂപയുടെ ഉൽപ്പന്നം എടുത്ത് എല്ലാവരും ചെയ്യുന്നത് പോലെ, ഇന്ന് നമുക്കറിയില്ല, എല്ലാവരും ഒന്നും 5000 രൂപേന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാറില്ല. ചുരുങ്ങിയത് അതിലും മുകളിലേക്കാണ്. അന്ന് 5000 രൂപേന്റെയാണ്. അപ്പൊ ആ 5000 രൂപയുടെ ഉൽപ്പന്നം എടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഐഡി ഓപ്പൺ ആക്കി, എന്റെ കട ഓപ്പൺ ആക്കി. അപ്പൊ കടയിൽ സ്റ്റോക്ക് വേണം, കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലേ കച്ചവടം നടക്കുകയുള്ളൂ എന്നുള്ളത് ചേച്ചി പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് റീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ 5000 രൂപയിൽ ഞാൻ തുടങ്ങി. അവിടെ നിന്നും പതിയെ പതിയെ അത് 10,000, 15,000, 20,000, 25,000 അങ്ങനെ പോകെ ഞാൻ ഒരു 2,00,000 രൂപയുടെ പ്രോഡക്റ്റുകൾ ഒന്നിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ശക്തമായിട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു. അങ്ങനെ പോകെയാണ് 2,00,000 ഒക്കെ എടുത്തത്. പെട്ടെന്ന് എടുത്തതല്ല. അത്
കൂട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നല്ലപോലെ റീറ്റെയിൽ ചെയ്തിരുന്നു. ഓരോ ആഴ്ചയും രൂ. 2000 രൂപയുടെ ഇനി 1000 രൂപയുടെ റീറ്റെയിൽ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും എല്ലാ വെള്ളിയാഴ്ചയും ലാസ്റ്റത്തെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അത് നമ്മൾ റീപർച്ചേസ് ചെയ്തിരിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പൈസ എത്ര രൂപയുടെ ആണെങ്കിലും അത് 1 2 ഒക്കെ ആയിട്ട് ചേച്ചി തന്നെ അത് വേണ്ട പോലെ ചെയ്ത് ഒന്നും അന്ന് അറിയില്ല. ഒരു ഐഡിയ അടിക്കാനോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എല്ലാം പതിയെ അവർ ഓരോ രീതിയിൽ കൂടി ചേച്ചി പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ പറയുന്ന രീതിയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ റീറ്റെയിൽ ഒക്കെ വിറ്റിട്ട് ഫീൽഡിൽ ചെല്ലുമ്പോൾ കൊടുത്തിട്ട് പോരുന്ന ഒരു റിസൾട്ട് അല്ല തിരിച്ച് പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. നമ്മളൊരു ഫോളോ അപ്പുമായിട്ട് നമ്മള് വീണ്ടും ആ ഭാഗത്തൂടെ നമ്മൾ പോവാണ്. ഫോളോ അപ്പിന് അന്നൊന്നും ലീഡേഴ്സ് വരില്ല. ആരും കൂടെ വരാനില്ല. ഒറ്റയ്ക്ക് തന്നെയാണ്. അവർക്ക് കിട്ടിയോ റിസൾട്ട് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ അറിയാൻ വിളിച്ചും ചോദിക്കില്ല. നേരെ ആ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നല്ല എന്താ പറയാ ചിരിച്ചുകൊണ്ട് നല്ലൊരു പ്രതികരണമായിരിക്കും ആ ആളുകളുടെയൊക്കെ കയ്യിൽ നിന്നും. കാരണം മഞ്ജു ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ആണ്. എന്തായാലും എനിക്കത് ഒരെണ്ണം കൂടെ വേണം. അല്ലെങ്കിൽ നല്ലതാണെന്ന് കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. അപ്പൊ സത്യത്തിൽ ഓരോ വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴും എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആളുകളുടെ മുമ്പിൽ നമ്മൾ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്ത് പരിചയമുണ്ട്. പക്ഷെ ഇവിടെ ഈ ഉള്ളിലേക്ക് കഴിക്കേണ്ട ഉൽപ്പന്നം ഈ ഇങ്ങനെ മരുന്ന് നമ്മൾ അന്നൊക്കെ പറയുന്നത് മരുന്നെന്നായിരുന്നു. മരുന്നല്ല എന്ന് പറഞ്ഞാൽ പോലും ഇത് കൊണ്ടു ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് ഓരോ അസുഖത്തിനാണ് ചോദിക്കുന്നത്. അപ്പൊ ഒക്കെ അവര് മരുന്നാണോ ചോദിക്കുമ്പോൾ മരുന്നല്ല എന്ന് പറഞ്ഞാലും ആ ഉൽപ്പന്നങ്ങൾ ഓരോന്നും കൊടുക്കുമ്പോൾ ഉള്ളിൽ ഒരു പേടി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആവേശമായി. അത് ഒന്നും കൂടെ ശക്തമായിട്ട് റീറ്റെയിൽ ഒരു 25,000 30,000 രൂപയുടെയൊക്കെ റീറ്റെയിൽ ഓരോ ആഴ്ചയും ചെയ്ത് റീപർച്ചേസിലേക്ക് കൊണ്ടുവരാനൊക്കെ അന്ന് സാധിച്ചു. ടീമൊന്നും അന്ന് ഇല്ലായിരുന്നു. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കാരണം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അവരുടെ ആ ഒരു ഐഡി പ്രൂഫും കാര്യങ്ങളും എല്ലാം കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റും നമുക്കിവിടെ കിട്ടില്ല. കാരണം അന്ന് ഔട്ട്ലെറ്റ് ഒന്നും നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നുമില്ല. നമ്മൾ ഒരു കുറച്ച് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ എല്ലാ പൈസയും അതുപോലെ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ എന്താന്നുള്ളതെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുത്ത് ഷാജി സാറ് മറ്റേ ബാംഗ്ലൂരെല്ലാം പോയി വരുന്ന സമയത്താണ് ഈ ഉൽപ്പന്നങ്ങളൊന്നും കയ്യിലേക്ക് കൊണ്ടുത്തരുന്നത്. അതും 1.5 2 ആഴ്ച കഴിയുമ്പോഴേക്കും കയ്യിലേക്ക് പ്രോഡക്റ്റുകൾ കിട്ടുകയുള്ളൂ. അപ്പൊ നേരെ കോട്ടയം ഈ പറയുന്ന ഓരോ ഭാഗങ്ങളിൽ കൂടെ ഷാജി സാറ് പോയി അവിടുന്നെല്ലാം ഇത് മൊത്തം ക്രോഡീകരിച്ച് സാർ ഒന്നിച്ച് സാധനം കൊണ്ടുവന്ന് കോട്ടയത്തെല്ലാം കൊണ്ടുപോയി കൊടുത്ത് ലാസ്റ്റാണ് സാറ് പൂതാടിയിലെത്തുക. പൂതാടിയിൽ എന്നാണോ സാർ എത്തുന്ന ആ സമയത്ത് എന്റെ കയ്യിൽ ആ ഉൽപ്പന്നങ്ങൾ കിട്ടുകയുള്ളൂ. അങ്ങനെ അത് അവിടെ നിന്നും നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഐഡി ക്രിയേറ്റ് ചെയ്യുന്നു. സ്പോട്ടിൽ നമ്മുടെ ഔട്ട്ലെറ്റിൽ നമ്മൾ പോകുന്നു. ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു. ആ സ്പോട്ടിൽ തന്നെ എന്താണ് നമ്മുടെ ആ പിന്നെ ബിസിനസ് വോളിയം അടക്കം കയറുകയാണ്. അല്ലെ? അത് നമുക്കിപ്പോ കാണാൻ പറ്റും. അത് ഇന്ന് അതിന് അത്രയും സൗകര്യമായി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഒരു 2 ആഴ്ചയുടെ അടുത്ത് എന്തായാലും ആകുമായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ കൂടുതൽ പ്രോഡക്റ്റുകൾ എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ശക്തമായിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഒന്നും കൂടെ ആക്റ്റീവ് ആകണം എന്ന് ചിന്തിച്ചത്. അങ്ങനെ റെസിഡൻസി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ഞാൻ എന്തായാലും ഒരു 1,00,000 ബിസിനസ് വോളിയം അന്ന് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് നമുക്ക് പെർഫോമൻസ് ബോണസ് അടിക്കായിരുന്നു. ആ സമയത്ത് 1,00,000 ബിസിനസ് വോളിയം ഓർഗ് 1-ലും 2-ലും കൊണ്ടുവരും എന്നുള്ള വാക്ക് കൊടുത്ത് പോന്നു. ഒരു 11 ദിവസം കൊണ്ട് ആദ്യം തന്നെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഒരു പെർഫോമൻസ് ബോണസ് ആണ്. അതായത് മന്ത്ലി കട്ട് ഓഫിന് ആ ഒരു പെർഫോമൻസ് ബോണസ് 12,000 രൂപ അക്കൗണ്ട് വരികയും നമ്മൾ ആ ഒരു മാസം ശക്തമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് 4,000 ചില്ലറ രൂപ അക്കൗണ്ടിൽ അങ്ങനെ അതും കൂടെ വന്നപ്പോൾ 16,000 രൂപയോളം എന്റെ അക്കൗണ്ടിൽ മേടിച്ചെടുക്കാൻ ആ ഒരാഴ്ച കൊണ്ട് എനിക്ക് പറ്റി. ഒന്നും കൂടി എന്നിൽ എന്റെ ആത്മവിശ്വാസം എനിക്ക് കൂട്ടാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ പല പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു. അങ്ങനെ GTS എന്ന് പറയുന്ന പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിലെ കേട്ടു ഇതിൽ വിടുന്നു. അതിനെ സീരിയസ് ആയിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിനെ ഒന്നും കൂടെ ശക്തമായി ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ 4 കാറ്റഗറിയിലായിട്ട് തിരിക്കുന്നു. BI എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി,
ES എന്ന് പറയുന്ന കാറ്റഗറിയിലുമാണ് നമ്മൾ തരംതിരിച്ച് കാണിക്കുന്നത്. അവിടെ നിന്നും ആ ഒരു ESൽ നിന്ന് നമുക്ക് BI കാറ്റഗറിയിലേക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളതും, എന്നാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ BI കാറ്റഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക, ഒരു ബിസിനസ്സുകാരിയാകാൻ എനിക്ക് പറ്റുമോ എന്നുള്ള ആ ഒരു ഇതിലേക്ക് ഞാനൊന്ന് മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു 5000 രൂപ, കാരണം ഇന്നല്ല ആ ഒരു സമയത്ത് ഒരു 5000 രൂപ വരെയാണ് ലേഡീസിനെ സംബന്ധിച്ച് ലേഡീസിന് ടോപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു 5000 രൂപ മാസം അത് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ് നീ ചെയ്യൂ ശക്തമായിട്ട്. ഇവിടെ കടം കൊടുക്കരുത്, വെറുതെ കൊടുക്കരുത്, വില കുറച്ച് കൊടുക്കരുത്. ഈ ഒരു 3 കാര്യം ഷാജി സാർ അന്ന് എന്നോട് പറഞ്ഞു തന്നു. കടം കൊടുക്കരുത്, വെറുതെ കൊടുക്കരുത്, വില കുറച്ച് കൊടുക്കരുത്. കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റിസൾട്ട് ഉണ്ടാകൂല. അതേപോലെ തന്നെ വെറുതെ കൊടുത്താൽ പറയും ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്നും കിട്ടണമെങ്കിൽ പണിയാണ് കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യം നീ ഒന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് ഇവിടെ റിസൾട്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. പരമാവധി കടം കൊടുക്കാതെ, നമ്മൾ ഒരു കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് റിസൾട്ട് ഉണ്ടാകൂല, പൈസ ഉണ്ടാകൂല. എന്നാ സാധനം എടുക്കാൻ പറഞ്ഞാൽ സാധനം ഇട്ട് കയ്യിൽ അവരുടെ ഉണ്ടാകൂല. ഈ പൈസ തരാനുള്ള മടി കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് ബാധിക്കും. നിനക്ക് കിട്ടുന്ന ഒരു ലാഭ പൈസയാണ് ഇതിൽ നിന്നൊക്കെ പോകുന്നത്. ചിലപ്പോൾ മുതലും പോകാൻ ചാൻസ് ഉണ്ട് നീ ഇങ്ങനെ കടം കൊടുത്താൽ. എന്നിട്ട് കടം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ ചിന്തിച്ചു. അത് പരമാവധി നമ്മുടെ ടീമിലേക്കും കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തായാലും ചെറുതും വലുതുമായിട്ട് അങ്ങനെ 450, 500, 600 ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ വരുമാനങ്ങൾ. ആദ്യമൊന്നും അങ്ങനെ വരുമാനം ഇല്ല. 0 തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ച് പരമാവധി പ്രോഗ്രാമുകൾക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ഒന്നും കൂടെ എന്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് ആരെയൊക്കെ കൊണ്ടുവരാന്ന് ഇപ്പം നമ്മളോടൊക്കെ പറയാറുണ്ട് 200 പേരുടെ ലിസ്റ്റ് ഇടാൻ. ആ ഒരു സമയത്ത് എന്നോടും പറഞ്ഞ് ലിസ്റ്റ് ഇടാൻ. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ലിസ്റ്റ് ഇട്ടു. ഞാൻ ഒരു കാരണവശാലും ലേഡീസ് പറഞ്ഞ പോലെ ഒരു ഡയറിയിൽ എന്റെ ലിസ്റ്റ് ഞാൻ എഴുതിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് ആ തീരുമാനം എടുത്ത് ഒരു പെർഫോമൻസ് ബോണസ് വിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോൾ ഞാൻ എന്റെ ലീഡേഴ്സ് എന്നോട് ചോദിച്ചു എവിടെ ലിസ്റ്റ് ഇല്ല അന്ന് കയ്യിൽ. പക്ഷെ ആ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് ഞാനൊരു ലിസ്റ്റ് എഴുതി. ആ ലിസ്റ്റ് അനുസരിച്ച് അന്ന് പ്രവർത്തിച്ചപ്പോഴാണ് 16,000 രൂപ എന്റെ അക്കൗണ്ടിൽ ആ വരുമാനം മേടിച്ചെടുക്കാൻ പറ്റിയത്. അപ്പൊ ആ ലിസ്റ്റ് അതേപോലെ ഒന്നും കൂടെ അതിലേക്ക് പുതിയ പുതിയ ആളുകളെ ആഡ് ചെയ്തുകൊണ്ട് ഒന്നും കൂടെ ശക്തമായി ഈ ബിസിനസ്സിലേക്ക് ഒന്നും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്റെ കുടുംബക്കാരെ ആരെയും എനിക്ക് കിട്ടില്ല. കാരണം ഈ ഒരു ഇതിൽ അറിയാം, പ്രസാദ് സാറിനെ എല്ലാവർക്കും അറിയുന്ന ആളുകളാണല്ലോ. അപ്പൊ നമ്മുടെ പ്രസാദ് സാർ എന്ന് പറയുന്ന എന്റെ അമ്മച്ചീന്റെ ചേച്ചിയുടെ മോനാണ്. അതേപോലെ ഷാജി സാറ് എന്റെ അമ്മച്ചീന്റെ ആങ്ങളയുടെ മോനാണ്. ബിന്ദു മേഡം എന്റെ സ്വന്തം ചേച്ചിയാണ്. പിന്നെ എന്റെ രണ്ട് സുസ്മിത മേഡം, ഷാജി സാറിന്റെ വൈഫ് ഇന്ന് ITC. അവരൊക്കെ ഈ പറഞ്ഞ എന്റെ ആങ്ങളമാര് ചേച്ചി ഒക്കെയാണ്. പിന്നെ സിന്ധു മേഡം എന്റെ രണ്ടാമത്തെ ചേച്ചിയാണ്. രാജേഷ് സാറ് ഇന്ന് CTC റാങ്കിൽ നിൽക്കുന്നു, എന്റെ ആങ്ങളയാണ്. അപ്പൊ ഈ പറയുന്ന എന്റെ ചേച്ചിമാരും ആങ്ങളമാരും എല്ലാം ഇത് ചെയ്തപ്പോൾ അന്നൊന്നും ഞാൻ ചെയ്യാതെ മാറി നിന്ന് പിന്നീട് വന്ന ഒരു വ്യക്തിയാണ്. 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് ആവശ്യക്കാരിയായി ചെന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്കറിയാം ഒരു ലിസ്റ്റ് ഇടാൻ പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ബന്ധമെടുത്താൽ പ്രസാദ് സാറും ഷാജി സാറും ഈ പറയുന്ന നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും അത് മൊത്തം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മേന്റെ ആ ഭാഗത്തേക്ക് എനിക്ക് അടുക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് അച്ഛന്റെ ഭാഗം. അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആങ്ങളമാര് ഈ പറയുന്ന 2 ചേച്ചി ആങ്ങള രാജേഷ് സാറും സിന്ധു മേഡം ബിന്ദു മേഡം ഇവരും ആ ഫോറം മുഴുവൻ പൂരിപ്പിച്ചു. പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ചൊരു ബന്ധം എന്ന് പറയാൻ ഹസ്ബൻഡിന്റെ ബന്ധങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ അവിടെ ഞാൻ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൽ എന്റെ അനിയത്തി ഹസ്ബൻഡിന്റെ അനിയനും കൂടെ ആയിട്ട് അവര് രണ്ടുപേരും കൂടെ വന്നു. അങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ അങ്ങനെയാണ് ശക്തമായിട്ട് ചെയ്തു തുടങ്ങിയത്. അവരിന്ന് എന്നോടൊപ്പം ഈ ഒരു ബിസിനസ്സിലില്ല എങ്കിൽ പോലും ആ ഒരു ബന്ധത്തിൽ കൂടി ഞാൻ പതുക്കെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് പതുക്കെ ടീമുകൾ കയറി വരാൻ തുടങ്ങിയത്. അങ്ങനെ ഷാലി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ കിട്ടുകയും ആ ഒരു വ്യക്തിയുടെ ഒരു അവസരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് കളിയാക്കി, പിന്നെ ഇത് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് മാറി നിന്നു. പക്ഷെ ആ സാറിനെ എന്താ പറയുക ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും പല ലീഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലീഡറെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അങ്ങനെ 1,00,000 രൂപ സാലറി മേടിച്ചുകൊണ്ടിരുന്ന സാറ് 3-4 സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം റിസൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്ത് നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നു.
അപ്പം ഞാൻ ചിന്തിച്ചത് എന്റെ ഒരു വരുമാനമല്ല. എന്റെ ഒരു വരുമാനം അല്ലാതെ ആ ഒരു ലീഡറെ എങ്ങനെ ഇവിടെ നിലനിർത്താം എന്നാണ് അന്ന് ചിന്തിച്ചത്. കാരണം ശക്തമായിട്ട് നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാറിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ സാറിന്റെ ലിസ്റ്റ് ഇടിയിച്ച് സാറിന്റെ ആ ഒരു പിന്നെ വർക്കിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങനെ സാറിന് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് കൊടുത്തു. 1,80,000 രൂപ വരെ ആഴ്ച വരുമാനം പിന്നെ മേടിച്ചു കൊടുത്ത് ഒരു SGC റാങ്കിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ എന്റെ ഇൻകം സൈഡിനെ ഞാനൊന്ന് ഇറങ്ങി തിരിച്ചത്. കാരണം വൺ സൈഡും നമ്മുടെ വർക്ക് 1ഉം 2ഉം ഒരുപോലെ നമുക്ക് പോയാൽ മാത്രമേ നമുക്ക് ആ വരുമാനം നമുക്ക് എല്ലാ ആഴ്ചയും കിട്ടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് റീറ്റെയിൽ അതിനിടയ്ക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും മറ്റ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന അവർക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. അപ്പോൾ അതിന്റെ ഭാഗമായി ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഒരു നല്ലൊരു വരുമാനം മേടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിലായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ എന്റെ ഇൻകം സൈഡിലേക്ക് ഒന്ന് മാറി. അങ്ങനെ അവിടെ നമുക്ക് ഇന്ന് പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ പരിചയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. രാജി മേഡം പാലക്കാട്. മേഡം ഒരു നേഴ്സിംഗ് ഫീൽഡിൽ നിന്ന് 25,000 രൂപ സാലറി മേടിച്ചുകൊണ്ടിരിക്കെ ഈ ഒരു അവസരം കേൾക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കാനും ശ്രമിച്ചു. അങ്ങനെ ആ ഒരു ജോലി റിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ആക്റ്റീവായിട്ട് ഏറ്റെടുത്തിരുന്നു. ഫുൾ ടൈം കരിയർ ആയിട്ട് ഹസ്ബൻഡും വൈഫും ഇന്നത് ചെയ്യാണ്. ഹസ്ബൻഡ് STC റാങ്കിൽ പ്രവർത്തിക്കുന്നു. രാജി മേഡം അതുപോലെ തന്നെ RTC റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഇതേപോലെയുള്ള ലീഡേഴ്സിനെ കിട്ടിയപ്പോൾ ഒന്നും കൂടെ ഞാൻ ഈ ഒരു ബിസിനസ് ശക്തമായി ഏറ്റെടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള പ്രോഗ്രാമുകളും എല്ലാം ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പോകെ പോകെ ഒരു ഫ്ലൈറ്റ് ടു ഫിലിം സിറ്റി എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് വിൻ ചെയ്യാനും കൂടെ വന്നവരെ വിൻ ചെയ്യിപ്പിക്കാനും നിരവധി എന്നിൽ ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് ഞാൻ 5,000 രൂപ ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷെ എന്റെ ആ ഒരു വരുമാനം ഓരോ ആഴ്ചയും കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ആവേശത്തോടു കൂടി ഈ ബിസിനസ് ചെയ്യാൻ ഒരു കാരണമായി എന്നുള്ളതാണ്. കാരണം അക്കൗണ്ടിൽ ഓരോ ആഴ്ചയും എന്റെ അക്കൗണ്ടിൽ ഒരു വരുമാനം വരണമെങ്കിൽ ആ വരുമാനം വേറൊരു വഴിയും വരില്ല. കാരണം ഒരു കുടുംബിനിയാണ്, 2 മക്കളുടെ അമ്മയാണ്, ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കുടുംബശ്രീയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ എന്തെങ്കിലും ലോൺ എടുത്താൽ അക്കൗണ്ടിൽ ഒരു വരുമാനം ഒരു പിന്നെ പൈസ നമുക്ക് വരും. അതല്ലാതെ ഒരാളും ആഴ്ചയിൽ വരുമാനം ഇട്ടുതരാൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ജോലിയില്ല. കൂലി ഇല്ലാതിരിക്കുന്ന ഈ ഒരു ഇതില് ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഓരോ ആഴ്ചയും മുടങ്ങാതെ ആ സീറോ ഇടയ്ക്കിടയ്ക്ക് സീറോ ആയിരുന്നു. പക്ഷെ പിന്നീട് ചെറുതാണെങ്കിൽ പോലും ഓരോ ആഴ്ചയും ആ വരുമാനം എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്റെ വരുമാനം കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പല ആളുകളെ ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുത്ത് അവരെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവർക്കും അത് മേടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മളോട് എന്താണോ പറയുന്ന കാര്യം മാത്രം ഞാൻ കേട്ടു പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ ഓരോ റാങ്കുകളിലേക്ക് എത്തി. ഒരു STC റാങ്കൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മളിലെല്ലാം വന്നു എന്നുള്ളതാണ്. പക്ഷെ കൊറോണ വന്നെങ്കിൽ പോലും ആ സമയത്ത് നമ്മുടെ ഈ ബിസിനസ് ശക്തമായി നടന്നു. അന്നൊക്കെ കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ ടീം ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു നമ്മുടെ ബത്തേരി, മാനന്തവാടി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ കൂടി പോലും ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ളതാണ് വീട്ടിൽ നിന്നും. കാരണം വീട്ടിൽ ഞങ്ങള് 4 പെങ്ങന്മാരും ആങ്ങളെയും അച്ഛനും ആയിരുന്നു എന്ന് പറഞ്ഞു. അവിടെ അച്ഛനും ഈ പറയുന്ന ആങ്ങളെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒരു പരിചയവുമില്ല. പക്ഷെ ഈ ബിസിനസ് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ബിസിനസ്സിലും വന്നതിന് ശേഷം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പഠിച്ചു. എങ്കിൽ പോലും ആ സമയത്ത് ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കർണാടകയിലോ എവിടെയും ഞാൻ പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ആ ഒരു സമയത്ത് ആ കൊറോണ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെയെല്ലാം നല്ല പോലെ ആ ഒരു കൊറോണ ബാധിച്ചെങ്കിൽ പോലും അന്നും പുറത്ത് ഇത് ഇത്രയും കാര്യമായിട്ട് ബാധിച്ചില്ല. ആ സമയത്തൊക്കെ ചെറുതാണെങ്കിൽ പോലും 2 ആഴ്ച മാത്രമേ അല്ല 2 മാസം മാത്രമേ വരുമാനം നമുക്ക് അങ്ങനെ ഇല്ലാതിരുന്നുള്ളൂ. അന്നൊക്കെ എല്ലാ ഭാഗത്തും ശക്തമായി എല്ലാം അടച്ചുപൂട്ടി ഭയങ്കര സീനായ സമയത്ത് മാത്രം ഒരു വരുമാനം വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സെയിലിന്റെ അത് കൂടുകയെന്നല്ലാതെ ഒരു കാരണവശാലും കുറഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ആഴ്ചയിൽ 36,000 രൂപയാണ് ആ ഒരു സമയത്ത് കൊറോണ വന്ന ആ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ആഴ്ച വരുമാനമായിട്ട് കിട്ടിയത്. അപ്പൊ വെറുതെ അന്ന് ചിന്തിച്ചത് നമ്മളന്ന് എല്ലാവരും ചർച്ചകളും ചെയ്തതാണ്. കാരണം എല്ലാ ഭാഗത്തും എല്ലാ കടകളും അടഞ്ഞിരിക്കുന്നു. ഷോപ്പുകളെല്ലാം അടഞ്ഞ് പുറത്തു പോയവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കട ഇവിടെ ആക്റ്റീവാണ്.
കട തുറക്കുന്നുണ്ടോ നമ്മൾ? നമ്മള് കാണുമ്പോൾ ആരുടെയും കാഴ്ചയിൽ നമ്മുടെ കട ഓപ്പൺ അല്ല. എന്നാൽ എല്ലാ ആഴ്ചയും ആ സമയത്തും വരുമാനം വരുന്നു. ആ 36,000 രൂപ വന്നപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഓൺലൈനിൽ കൂടി നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. പല ലീഡേഴ്സും വന്ന് ഓരോ പ്രോഗ്രാമുകൾ തരും. അവിടെ നിന്ന് പഠിക്കാൻ ശ്രമിച്ചു. ഈ കൊറോണ അങ്ങ് ഒന്ന് ഒതുങ്ങിയ സമയം ആയപ്പോഴേക്കും ശക്തമായി ഫീൽഡിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ ഒരു STC റാങ്ക് ഒക്കെ ആയത് കൊറോണ സമയത്തായിരുന്നു. ആ സമയത്ത് ഒരു തീരുമാനം എടുത്തു, ഒരു ഫോർ വീലർ സ്വന്തമാക്കണമെന്ന്. അങ്ങനെ ആ ഒരു ഫോർ വീലർ സ്വന്തമാക്കാനായിട്ടൊന്ന് ശ്രമിച്ചു. പരമാവധി നോക്കി. നടക്കില്ല എന്ന് മാറിപ്പോകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലേഡീസിന്റെ ആ ഒരു അവരുടെയും കൂടെ സപ്പോർട്ടോട് കൂടി അവരൊന്നും കൂടെ, ഇപ്പം നമ്മൾ പോകുന്ന വഴി നമുക്ക് ആർക്കും ഈ ഒരു ബിസിനസ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. അപ്പം നമ്മൾ ആരും വലിയ വലിയ മരത്തിൽ തട്ടി ആരും വീഴാറില്ല. അല്ലെ? മരം കാണുമ്പോൾ നമുക്കൊക്കെ നമ്മൾ മാറി നടക്കാറുണ്ട്. പക്ഷെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളുണ്ട്. ആ കുറ്റിച്ചെടികളിൽ തട്ടിയാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പരിക്കുകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ എന്നിലും വന്നപ്പോഴേക്കും എന്നെ വഴികാട്ടിയായിട്ട് എന്റെ അപ്ലൈൻ ലീഡേഴ്സ് എന്റെ കൂടെ നിന്ന് അവരെന്നെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ ഒരു കൊറോണ സമയം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു 10 ലക്ഷം രൂപ വിലയുള്ള ഒരു ടാറ്റയുടെ ഫുൾ ഓപ്ഷൻ അൾട്രോക്സ് സ്വന്തമാക്കാൻ സാധിച്ചു. അതൊന്നും ഈ പറയുന്നത് പോലെ ഒറ്റയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ലേഡിയായ ഒരു വീട്ടമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്നും അതിന്റെ EMI കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനായിട്ട് ചെയ്യുന്നതല്ല. എല്ലാം നമ്മുടെ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ വന്നു. ഈ ടീമിനോടൊപ്പം ആ ഒരു അപ്ലൈൻ ലീഡേഴ്സിനെ വിശ്വസിച്ച്, ടീമിനെ വിശ്വസിച്ച്, പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് നിന്നതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. അപ്പൊ ഇന്ന് ഏകദേശം ആ വണ്ടീന്റെ അടവുകൾ പൂർത്തിയാകാൻ ഈ ഒരു ചുരുങ്ങിയ മാസം കൂടെ കഴിഞ്ഞാൽ ആ ഒരു വണ്ടീന്റെ അടവ് പൂർത്തിയാകുകയാണ്. അപ്പോ അത്രയും കൃത്യമായിട്ട് ഓരോ മാസവും അതിന്റെ ആ ഒരു EMI പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് വരെ അതിനൊരു മുടക്കം വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മുടെ ലീഡേഴ്സ് കൂടാതെ പുതിയ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ ചിലപ്പോൾ പല സംശയങ്ങളും ഉണ്ടാകും. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ലേഡി അല്ലേ? അതുപോലെ നമുക്ക് ചെയ്താൽ വിജയിക്കാൻ പറ്റുമോ? ഇത് ഒരു ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡിലേക്ക് പോകുന്നത് ഇത് ആണുങ്ങൾക്ക് അല്ല, ജെന്റ്സിന് പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ അവസരം. ലേഡീസിന് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. കാരണം എനിക്ക് അടക്കം അത് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇത്രയും കാലം മറ്റുള്ള മേഖലയിലെല്ലാം നമ്മൾ പണിയെടുത്തു. നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി പോകുന്നുണ്ടാകും. നമ്മൾ ഒന്ന് എവിടെയെങ്കിലും വീണു പോയാൽ നമ്മൾ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ വലിയൊരു കടം ബാധ്യത പോലെ നമ്മൾ എവിടെയെങ്കിലും പോയി ലോണോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പം വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൃത്യമായി നടക്കണമെങ്കിൽ അവരെ വേദനിപ്പിക്കാതെ, അവരെ സന്തോഷിപ്പിച്ച്, കുടുംബത്തെയാണല്ലോ നമ്മൾ സന്തോഷിപ്പിക്കാൻ ഈ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ശക്തമായി നമ്മൾ പ്രവർത്തിക്കുന്ന ഫീൽഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് കൊണ്ട് അവിടെ കടം വീട്ടാനായിരിക്കും ചിലപ്പോൾ തികയുന്നത്. വീട്ടിലെ കാര്യങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ ലക്ഷ്യങ്ങളോ ഒന്നും നമുക്ക് നിറവേറ്റാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഒരു 10 നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും പറയുന്നു അവരെല്ലാം വിജയിച്ചു വന്നത് ഈ സോപ്പും പേസ്റ്റും ഹെയർ ഓയിലും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിറ്റിട്ട് തന്നെയാണ് അവരൊക്കെ ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഈ ബിസിനസ് ചെയ്തില്ല, നമ്മളിവിടെ ജീവിച്ചു, നമുക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അന്നേരം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നു. ഈ പറയുന്ന സോപ്പ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നു, പേസ്റ്റ് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ തറ തുടയ്ക്കുന്നുണ്ട്, ബാത്റൂം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പിന്നെ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്കാർക്കും വിറ്റിട്ടുള്ള ഒരു പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഈ സോപ്പ്, പേസ്റ്റ്, ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് വിറ്റ് നടക്കാൻ ഒരു ചളിപ്പും ഒരു നാണക്കേടും, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ സംസാരിക്കണം, അവർ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും, അവിടെ നമ്മൾ എന്ത് പറയണം എന്നൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ലേഡീസിനോട് പ്രത്യേകം പറയാണ്, അതുപോലെ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് അനുസരിച്ച് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്ലൈൻ ലീഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആർക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആദ്യം നമ്മൾ നോക്കുക. പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടതും അല്ലാതെ ബിസിനസ്സിലേക്കും ഒരു വരുമാന മാർഗത്തിനായിട്ടും നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു ലിസ്റ്റിനെ ഒന്ന് ക്രോഡീകരിച്ച് ആ ലീഡേഴ്സ് പറയുന്ന വഴി നമ്മൾ ഒറ്റയ്ക്ക്
ഒരു കാരണവശാലും പുതിയ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് വിൽക്കാൻ പോവരുത്. നമ്മുടെ നമ്മളെ ആരാണോ ബിസിനസ്സിൽ കൊണ്ടുവന്നത് ആ ലീഡറെ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ. ഒറ്റയ്ക്ക് പോയി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ള ആ വ്യക്തികൾക്ക് അറിയാം എന്നുള്ളതാണ്. കാരണം ഒരു കൂലിപ്പണി എടുത്തു കഴിയുന്ന ഒരു ചിലപ്പം എന്താ പറയാ ഒരു ആശാരിപ്പണി അല്ലെങ്കിൽ ഒരു കടയുമായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ല, തയ്യല്, പശുവിനെ വളർത്തുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ജോലിയിൽ നിൽക്കുന്ന വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആളുകൾ നാളെ നേരം വെളുക്കുമ്പം ഈ ഒരു ബിസിനസ്സിൽ വന്നതിന്റെ ഭാഗമായിട്ട് കുറെ പ്രോഡക്റ്റുകളുമായി മറ്റുള്ള വീടുകളിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ അവരവിടുന്ന് ചോദിക്കുകയാണ്, ഇതുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഇതിനെ ആരെയാണ് വിളിക്കേണ്ടത്, ഇല്ല എന്താണ് ചെയ്യേണ്ടത്, സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരവിടെ നിന്നിട്ട് ഉരുകുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്ക് ഒരുപാട് പേർക്ക് പേടിയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ നമ്മളെ ആരാണോ കൊണ്ടുവന്ന ആ ലീഡറെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് റീറ്റെയിൽ ഒരാഴ്ചയോളം ഒരു രണ്ടോ മൂന്നോ ദിവസം ആ ലീഡറെ ഉപയോഗിക്കുക. അപ്പൊ ആ ലീഡർ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് അവിടെ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് അവരിലേക്ക് അത് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആ ഒരു ലീഡറെ ഉപയോഗിച്ചിട്ട്. അത് 2 ദിവസം പോകുമ്പോൾ നമ്മൾ ഒന്ന് ആ പരിചയക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സുകന്യ മാഡം എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കൊണ്ടുവന്നു എന്നിരിക്കട്ടെ. സുകന്യ മാഡം സുകന്യ മാഡത്തിന്റെ ആ വ്യക്തിയെ പരിചയപ്പെടുത്തിയത് ഇന്നതാണ്, ഇന്ന വ്യക്തിയാണ് മാഡം. അപ്പൊ ഞാനായിരിക്കും അവിടെ സംസാരിക്കേണ്ടത്, സുകന്യ മാഡം അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ആ പ്രോഡക്റ്റുകൾ ഞാൻ അതവിടെ കൊടുത്ത് നമ്മൾ ഇറക്കിയ ക്യാഷ് തിരികെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് സുകന്യ മാഡത്തിന് ഈ ബിസിനസ്സിൽ ഒന്നും കൂടെ വിശ്വാസം വരുന്നത്. അങ്ങനെ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ആ ലീഡർക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റി എന്ന് വരില്ല. മൂന്നാമത്തെ ദിവസം നമ്മൾ എന്താക്കണം, നമ്മളെ തന്നെ കോൺഫിഡൻസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കത് ചെയ്യാൻ പറ്റും. 2 ദിവസം ഞാൻ എന്റെ ലീഡറോടൊപ്പം പോയി, ഞാൻ കേട്ടതാണ് കണ്ടതാണ്, ഇത്ര രൂപ മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. മൂന്നാമത്തെ ദിവസവും നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. ആ ഫീൽഡ് വർക്ക് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം മടിക്കേണ്ട, എല്ലാവരും ലിസ്റ്റ് മസ്റ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് റീപർച്ചേസ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ എത്രയാന്ന് പറഞ്ഞാലും അതിന്റെ റീപർച്ചേസ് നമ്മുടെ നടന്നിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്, ചെയ്യാത്ത ഒരു കാര്യവും എനിക്കും പറയാൻ പറ്റില്ല. അപ്പം അതിനെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ റീപർച്ചേസ് 1000 രൂപയാണെങ്കിലും 2000 ആയാലും ഇനി അത് 50,000 വന്നാൽ പോലും നമ്മൾ ഒരു കാരണവശാലും പൈസ തിരിമറി ചെയ്യാൻ പാടില്ല. മറ്റൊരു വ്യക്തിയുടെ പൈസ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കോ മറ്റുള്ള കാര്യത്തിനോ അത് തിരിമറി ചെയ്യാതെ അവരെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പം അവർ എത്ര രൂപയുടെ പർച്ചേസ് ചെയ്താലും നമ്മളത് കാണിച്ചു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആ ഒരു റീപർച്ചേസും നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫോളോ അപ്പ് വർക്കിൽ കൂടി നമുക്കിവിടെ ഈ പറയുന്ന പോലെ റിക്രൂട്ട്മെന്റ് വരികയാണ്. പുതിയ പുതിയ ആളുകൾ നമ്മളിലേക്ക് വരികയാണ്. വന്ന വ്യക്തികളെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി പ്രോഗ്രാമുകൾ നമ്മൾ എവിടെയുണ്ടോ ആ പ്രോഗ്രാമിൽ കയറാൻ ശ്രമിക്കുക. അവിടെ ഇന്നവരാണ് വരുന്നത്, അല്ലെ എന്റെ ടീം അല്ല മറ്റുള്ള ടീമാണ്, അതിനൊന്നും പ്രാധാന്യമില്ല. നമ്മൾ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, നമ്മുടെ പ്രോഗ്രാമാണ്, അതിലെന്തായാലും പോയി പങ്കെടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കാര്യം ആദ്യമൊക്കെ ചിലപ്പോൾ ചെറിയൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്നും പോകും. അപ്പം അത് പോവാതിരിക്കാനാണ് ശക്തമായിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറയുന്നത്. എന്തായാലും റിക്രൂട്ട്മെന്റ് ആ വഴി നമുക്ക് വരും. അവരെ നിലനിർത്താൻ പ്രോഗ്രാമുകൾ നിരന്തരം നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം വന്നിരിക്കുന്ന വ്യക്തികളെ നിലനിർത്തേണ്ടതാണ് അല്ലെ, മാനേജ്മെന്റ്. അത് നമുക്കൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല ഭാഗത്തുള്ള പല സ്ഥലത്തുള്ള പല സ്വഭാവത്തിലുള്ള ആളുകളാണ് നമ്മളോടൊപ്പം കടന്നു വരുന്നത്. ആദ്യം നമുക്ക് ഒരു മുൻ പരിചയവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ അവരെയൊക്കെ വരുമ്പോ ഒരമ്മയുടെ മക്കളെ എങ്ങനെയാണോ ഒരു കുടക്കീഴിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത്, അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ടീമിനെയും നിലനിർത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക്
അവർക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അവരുടെ പൈസ എടുത്തുകൊണ്ട് പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. അതുപോലെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു ഫുഡ് മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്ത് അവരുടെ ലിസ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ പുതിയ ആളുകളുടെ ആ ഒരു ബന്ധം വരികയാണ്. അതിൽ കൂടി ചിലപ്പോൾ നല്ല ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള വ്യക്തികളെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വന്നിരിക്കുന്ന വ്യക്തികൾ ആരും തന്നെ നമ്മളെ എന്താ പറയാ ആ ഒരു വിശ്വാസമില്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മാറിപ്പോകില്ല എന്നുള്ളതാണ്. അങ്ങനെ ശക്തമായി നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ വന്നിരിക്കുന്ന ആളുകളെ നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ റീറ്റെയിലിംഗ് ഇവിടെ നടക്കും എന്നുള്ളതാണ്. എന്തായാലും ഞാനും എന്റെ ലീഡേഴ്സ് പറഞ്ഞ വഴികൾ മാത്രം അതിലെ മാത്രം സഞ്ചരിച്ചപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു FGC റാങ്കിലെത്തുകയും 4 വീലർ അച്ചീവ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ GTS-ന് പോകും 2,10,000. 2,10,000 ഇതിങ്ങനെ കാണുന്നു, കേൾക്കുന്നു, മറ്റുള്ളവരൊക്കെ മേടിച്ചെടുക്കുന്നു. പക്ഷെ ശക്തമായ ടീമുണ്ട്. ആ ഒരു ടീമിൽ ഒന്നും കൂടെ ശക്തമായി ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് ആ വരുമാനം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഞാൻ എന്റെ അഫ്ലൈൻ ലീഡേഴ്സിനോടൊന്നും ചോദിക്കാതെ തന്നെ ഞാനൊരു ഡേറ്റ് എഴുതി വെച്ചു. 17/12/2021 ഡിസംബറിൽ മന്ത്ലി കട്ട് ഓഫ് ആണ്. ആ കട്ട് ഓഫിന് എന്റെ അക്കൗണ്ടിൽ 2,10,000 മേടിച്ചെടുക്കുന്നു. അത് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ഞാൻ അതെന്റെ ഡയറിയിൽ വലിയ അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചു. അതിനുവേണ്ടി അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലീഡേഴ്സിനെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് 2,10,000 എന്റെ അക്കൗണ്ടിൽ മേടിച്ചെടുക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് അവർ ആ റൂട്ട് പറഞ്ഞു തന്നു. ഒരാഴ്ച ശക്തമായി ഞങ്ങൾ ലീഡേഴ്സ് പറഞ്ഞ വഴി ഞാനും നമ്മുടെ ടീമും എല്ലാവരും കൂടെ പ്രവർത്തിച്ചപ്പോൾ ആ മന്ത്ലി കട്ട് ഒന്ന് ശക്തമായി നമ്മൾ പ്രവർത്തിച്ചപ്പോൾ 2,10,000 17-ാം തീയതി എന്ന് പറയുന്ന ആ മാസം മന്ത്ലി കട്ട് ഓഫിന് എന്റെ അക്കൗണ്ടിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരുപാട് നിരവധി കുടുംബങ്ങളെ ചെറുതും വലുതുമായ മേടിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്ന ആ 2,10,000 ഞാൻ മേടിച്ചെടുത്തത്. അപ്പൊ നമുക്ക് കിട്ടിയ അവസരം, ആ അവസരത്തെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മളൊക്കെ വന്നിട്ട് ഉള്ളത് പല വ്യത്യസ്ത മേഖലകളിൽ നിന്നാണ്. പല പല പ്രതിസന്ധികൾ കൂടിയാണ്. ഈ ഒരു ബിസിനസ് നിന്നും വിട്ടുപോകാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പല പല പ്രതിസന്ധികളും വന്നു. പല സമയത്ത് ഞാൻ വിട്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ലീഡേഴ്സിന്റെ ഒരേ ഒരു വാക്ക്, നിനക്ക് നിന്നോട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 വർഷം ഞങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുക. ഈ ഒരു 5 വർഷം കൊണ്ട് എന്ത് കിട്ടിയാലും ഇവിടെ നിന്നും കിട്ടുന്നതല്ല, ഒരു ബോണസ് മാത്രമായിരിക്കും. ഇവിടെ നിന്നും 5 വർഷത്തിന് ശേഷമായിരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു ഇൻകം നിനക്ക് കിട്ടുക. അതുകൊണ്ട് വിശ്വസിച്ച് ഇവിടെ നിൽക്കുക. പല പ്രാവശ്യവും ഇട്ടെറിഞ്ഞു പോകാൻ ശ്രമിച്ചു. പല പ്രാവശ്യവും. പക്ഷെ അവിടെ നിന്നെല്ലാം ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്നുകൊണ്ട് കുടുംബത്തിന്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് കേട്ടോ ഞങ്ങളെ വീട്ടുകാരെല്ലാവരും ഇത് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ട്, 2 മക്കളും ഫുൾ സപ്പോർട്ട്. അതുകൊണ്ട് മാത്രമാണ് എന്തായാലും അങ്ങനെ ഒരു 2,10,000 കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഈ ബിസിനസ്സിനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം കൂടെ വന്ന 1/2 ഡസൻ, അതായത് 6 പേർക്കോളം 2,10,000 മേടിച്ചു കൊടുക്കാൻ ഒരു കാരണക്കാരിയാകാൻ പറ്റി. അപ്പൊ അത്രയും എന്റെ അക്കൗണ്ടിൽ വന്നതിലല്ല എനിക്ക് സന്തോഷം തോന്നിയത്. എന്റെ കൂടെ വന്നവർക്ക് അത് മേടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, ആ ഒരു അഭിമാനം, അതാണ് എന്നെ ഒരുപാട് ഈ ഒരു ബിസിനസ്സിൽ നിലനിർത്താൻ ഒന്നും കൂടെ തീരുമാനം എടുപ്പിച്ചത്. അപ്പൊ അങ്ങനെ പോകെ പോകെ നമ്മുടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ കമ്പനിയുടെ നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം കഴിഞ്ഞിട്ട്. ആ പ്രോഗ്രാമിലും പ്രോഗ്രാം വന്ന സമയത്തെല്ലാം ഒരുപാട് പ്രൊമോഷണൽ പ്രോഗ്രാം എല്ലാം നടന്നു. ആ സമയത്തും ചിന്തിച്ചു എനിക്ക് ആ നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു NTC ആയിട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഒന്ന് ശക്തമായി പ്രവർത്തിച്ചാൽ നടക്കും എന്നുള്ള കാര്യവും അറിയായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയത് ഡയറിയിൽ അതേപോലെ എഴുതി വെച്ചു. നെക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മഞ്ജു പോകുന്നുണ്ടെങ്കിൽ ഒരു NTC റാങ്കിലേ പോകുള്ളൂ എന്നുള്ള ഞാൻ എഴുതി വെച്ചിരുന്നു. എന്തായാലും ആ മന്ത്ലി കട്ട് ഓഫ് 16-നായിരുന്നു. നമ്മൾ പോകുന്ന 17-നാണ് ആ കട്ട് ഓഫിന്. ഇപ്പൊ ഒരു മാസം, ഇന്നലെ വെള്ളിയാഴ്ചയാണ് ആ ക്ലോസിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമേ ആയിട്ടുള്ളൂ. ആ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ NTC ആയിട്ടാണ് ഞാൻ പോയത്. അപ്പം ഞാൻ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കൂടെ വന്ന നിരവധി ആളുകൾക്ക് ആ വരുമാനങ്ങൾ മേടിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ ഒരു റാങ്കിലേക്ക് എത്തിയത്. ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനത്തിലല്ല അതൊന്നും. തീരുമാനം എന്റേതാണ്. പക്ഷെ അത് നടപ്പാക്കിയത് നമ്മുടെ ടീം മൊത്തം ഒന്നിച്ച് നിന്നുകൊണ്ടാണ്. അപ്പൊ അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, പല സ്വഭാവത്തിലുള്ള ആളുകളാണ്, പല സ്ഥലത്തുള്ള ആളുകളാണ്. എന്റെ ടീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കർണാടക, ആലപ്പുഴ,
ഹൈദരാബാദ്, തമിഴ്നാട്, പാലക്കാട്, കോട്ടയം, ചങ്ങനാശ്ശേരി, വയനാട്, ഇവിടെയുള്ള ഓരോ ഭാഗങ്ങളിൽ കൂടെയാണ് എനിക്കുള്ള ടീം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പല ഭാഗത്തും ഇന്നും എനിക്ക് എത്തിപ്പെടാനും പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. ഹൈദരാബാദിലേക്ക് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കർണാടകയിലേക്ക് പോക്ക് നടന്നിട്ടില്ല. ബാക്കി ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു, കേണിച്ചിറ, ബത്തേരി, മാനന്തവാടി ഭാഗത്തൂടെ മാത്രം ഒന്ന് പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് പല ഭാഗങ്ങളിൽ കൂടി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പഠിച്ചു. കാരണം പുറത്ത് പോയി ഒരു പരിചയവും ഇല്ല. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള വഴി പോലും അറിയില്ലാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു അവസരം കിട്ടിയത്. പക്ഷെ ഇവിടെ വന്ന് പോയി അങ്ങനെ ലീഡേഴ്സിനോടൊപ്പം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് എന്നിൽ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിച്ചു. എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. ആർക്കാണോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തെളിവ് തന്നെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി. കാരണം ഇന്ന് ഈ പറയുന്ന വരുമാനങ്ങൾ മേടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, കൂടെ വന്നവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഈ ഒരു അവസരം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അന്നെടുത്ത തീരുമാനം ഒരു കാരണവശാലും അത് ഒരു വീഴ്ചയിലേക്ക് അല്ലായിരുന്നു, ഒരു കുതിപ്പിലേക്ക് തന്നെയായിരുന്നു. അപ്പൊ തീരുമാനത്തിനാണ് പ്രാധാന്യം. നമ്മളെല്ലാവരും ഇവിടെ വന്ന് ഇപ്പം ഈ ബിസിനസ്സിൽ വന്ന ഒരു ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകാം. കുറച്ച് ഉൽപ്പന്നങ്ങൾ 1000, ഒരു 5000, ചിലപ്പോൾ 10000 ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ കടയിൽ ഫുൾ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വേണ്ടേ? ആ ഒരു സ്റ്റോക്ക് ഇപ്പോഴും പലരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. കട തുറന്ന് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും വന്ന് നമ്മുടെ കടയിൽ വന്ന് സാധനങ്ങൾ ചോദിക്കാറുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ അത് റെഡിയായി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സ്റ്റോക്ക് ഇല്ലാതെ നമ്മുടെ കച്ചവടം നടക്കില്ല. പല കടകളിലും ഇന്ന് കച്ചവടം നടക്കാത്തത് അവർക്ക് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ചെറിയൊരു എമൗണ്ട് എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ശക്തമായിട്ട് ടീം കയറി വരുന്നു. കടം കൊടുക്കാതിരിക്കുക. അപ്പൊ ആ നല്ല രീതിയിൽ നമ്മൾ അതിന്റെ എന്താ പറയാ, ഹോം വിസിറ്റും ഹോം മീറ്റിങ്ങുകളും ഹോം ഷോപ്പുകളും ഒക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പുതിയ ബന്ധങ്ങൾ വരുന്നു. പുതിയ ആളുകളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം. ചില സമയത്ത് ഷോപ്പുകളിൽ എല്ലാ പ്രോഡക്റ്റുകളും കാണണം എന്നില്ല. അപ്പൊ നമ്മൾ ലീഡേഴ്സിന്റെ കയ്യിൽ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി ചോദിക്കുന്ന സമയത്ത് സ്പോട്ടിൽ എടുത്ത് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് അവരുടെ ഐഡിയയിൽ അത് ആ ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഈ വരുമാനം ഉണ്ടാക്കാനും എല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓരോ റാങ്കുകൾക്കും അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്. ഒരു എന്താ പറയാ, ഒരു വരുമാനം നമുക്ക് അതിലുണ്ട് എന്നുള്ളതാണ്. ഒരു TC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് നമ്മൾ എത്താൻ 3 വർഷം എടുത്താൽ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അക്കൗണ്ടിൽ മേടിക്കുന്ന 30,000 രൂപയല്ലേ മേടിക്കുന്നുള്ളൂ. ആ ഒരു 30,000 രൂപ 3 വർഷം കൊണ്ട് മേടിച്ചാൽ നമ്മൾ ഇവിടെ നിന്നും എത്രത്തോളം നമ്മൾ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവർ എത്രയും പെട്ടെന്ന് ഒരു അച്ചീവർ ആകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. അച്ചീവ്മെന്റ് ഉണ്ടോ അവിടെ, ടീം വേഗം നമുക്ക് റെഡിയാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പം പരമാവധി നമ്മൾ നമ്മുടെ TC എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം. TC എന്ന് പറയുന്ന ആ റാങ്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമുകളെല്ലാം വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു അച്ചീവ്മെന്റ് നേടാനായിട്ട് ശ്രമിക്കുക. 3 ലക്ഷത്തിന്റെ ഇൻഷൂർ കവറേജ് ഉണ്ട്. ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ എടുത്തത് ഇതിനൊരു കാരണമുണ്ട്. അതായത് ഈ ബിസിനസ്സിൽ ഞാൻ വന്നു, ഹസ്ബൻഡും 2 ആൺകുട്ടികളും അടങ്ങുന്ന കുടുംബമാണ്. എന്റെ മക്കളെ നന്നായി പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഗോളുകളോ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചു. ഓരോ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് വീട്ടിലേക്ക് വേണ്ട നിരവധി സാധനങ്ങൾ എന്റെ വരുമാനം കൊണ്ട് മേടിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഞാനില്ലെങ്കിലും ആ വരുമാനം, നോമിനി ഫെസിലിറ്റി എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു കാര്യമാണ്. ഞാനില്ലെങ്കിലും എന്റെ കുടുംബത്തേക്ക്, എന്റെ മക്കളെ സേഫ്റ്റി ആക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനെ സ്നേഹിക്കുകയാണ്. ആ ഒരു നോമിനി ഫെസിലിറ്റി, ഇന്ന് ഞാൻ മേടിക്കുന്ന വരുമാനം എത്രയാണോ ആ വരുമാനം എന്റെ നോമിനിക്ക് കിട്ടുകയാണ്. ഞാനില്ലെങ്കിലും എന്റെ അക്കൗണ്ടിൽ ആ വരുമാനം വരുന്നു. ആ നോമിനിയും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ മക്കളിലേക്കാണ് ഈ ഒരു അവസരം പോണത്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി ഇഷ്ടത്തോടു കൂടി ഈ ഒരു അവസരത്തെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ചിന്തിക്കാൻ, നമുക്കും മക്കളുണ്ട്, കുടുംബമുണ്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്, അല്ലെ? അപ്പൊ ചെയ്യുമ്പോൾ ഒരു 5 വർഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, ഒരു 5 വർഷം നമ്മളെ ആരാണോ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുക.
ഈ ഒരു 5 വർഷം കൊണ്ട് എന്തൊക്കെ നമ്മൾ നേടിയെടുത്താലും അതൊരു ബോണസ് ആയിട്ട് മാത്രം നമ്മൾ കൂട്ടുക. ഇവിടെ ഒരുപാട് തരത്തിൽ നമ്മുടെ വരുമാനങ്ങളുണ്ട്. ആ വരുമാനങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അവസരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്ന ആരാണോ അവർക്കുള്ളതാണ് ഈ ബിസിനസ്സും. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കിട്ടുന്നത് 5 വർഷത്തിന് ശേഷമായിരിക്കും. അത് ഒരു പാസീവ് ഇൻകം ആണ്. നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ആക്റ്റീവായി പണിയെടുത്താൽ മാത്രം കിട്ടുന്ന ഒരു വരുമാനമാണ്. നമ്മളൊരു ഷോപ്പ് തുറന്ന് അവിടെ ഇരുന്ന് മറ്റുള്ളവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കച്ചവടം നടന്നെങ്കിൽ നടന്നു, ഇല്ലെങ്കിൽ ഒന്നും നടന്നില്ല. പ്രത്യേകിച്ച് മഴക്കാലമാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പണികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഷോപ്പും തുറന്നിരിക്കുമ്പോ ആ വ്യക്തിക്ക് അന്ന് അവിടെ ചുരുങ്ങിയൊരു കച്ചവടം അവിടെ നടക്കുള്ളൂ. നേരെ മറിച്ച് ഈ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഷോപ്പ് തുറന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? കാവലിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഇരിക്കേണ്ട. നമുക്ക് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം തീർത്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ട ആളുകളെ എല്ലാം കണ്ട് കൃത്യമായിട്ട് വർക്കുകൾ കൊടുത്ത് അവിടെ എത്രത്തോളം സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുമോ ചെയ്ത് നമ്മൾ ആ വെള്ളിയാഴ്ച ആവുമ്പഴേക്കും ആ ക്ലോസ് ചെയ്ത് ആ വരുമാനം ഒരാഴ്ച നമുക്ക് എത്ര രൂപ നമ്മൾ ആഗ്രഹിക്കുന്നോ ആ വരുമാനം ഇതിൽ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും റീറ്റെയിലിനും റീപർച്ചേസിനും റിക്രൂട്ട്മെന്റിനും റീറ്റെയിലിങ്ങിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ബിസിനസ് ശക്തമായി ചെയ്യുക. കൂടെ വന്ന ആളുകളെ നിലനിർത്താൻ വേണ്ടി പ്രോഗ്രാമുകൾ നിരന്തരം അറ്റൻഡ് നമ്മൾ ചെയ്യുക, കൂടെ വന്നവരെ ചെയ്യിപ്പിക്കുക എന്നും പറഞ്ഞ് നമ്മൾ അവരുടെ ഒന്നും ബോസ് അല്ല. അല്ലെ? നോ ബോസ് ബിസിനസ് ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയും ബോസ് അല്ല. ഒരാളെ ആജ്ഞാപിക്കാനോ ഒരാളോട് അങ്ങനെ പറയാനൊന്നും നമ്മൾ ആളുകളും അല്ല എന്ന് നമ്മുടെ കൂടപ്പറപ്പുകളാണ്. അവർ നമ്മുടെ കൂട്ടുകാരാണ്, നമ്മുടെ കുടുംബമാണെന്നുള്ള ഒരൊറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുക. കാരണം ഇന്ന് ഓരോ ഷോപ്പിലും ആളുകളെ ഇതുപോലെ നിർത്തുമ്പോൾ അവിടുത്തെ മുതലാളി എല്ലാ ശനിയാഴ്ച അവർക്ക് പൈസ എണ്ണി കൊടുക്കണം. അല്ലെങ്കിൽ മാസം അത് എണ്ണി കൊടുക്കണം. ഇവിടെ നമുക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ആരൊക്കെ ജോയിൻ ചെയ്യുന്നോ അതിന് മാച്ചിങ് ആരൊക്കെ ഇവിടെ ബിസിനസ് ചെയ്തു അതിന്റെ മാച്ചിങ് ഉണ്ടോ ആ 1:1 എന്നുള്ള ആ അനുപാതത്തിൽ അവരുടെ അക്കൗണ്ടിൽ ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാ ബുധനാഴ്ചയും ഒരു 6 മണി 6:30 എല്ലാവരുടെ അക്കൗണ്ടിൽ ആ വരുമാനം വരുന്നു. മന്ത്ലി ഉണ്ടോ എന്ന് നോക്കും. 1000 രൂപയുടെ മന്ത്ലി പർച്ചേസ് അവരവരുടെ ഐഡിയിൽ എല്ലാ മാസവും ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മാച്ചിങ്ങിന്റെ വരുമാനം നമുക്ക് എല്ലാ ആഴ്ചയും മുടങ്ങാതെ കിട്ടും എന്നുള്ളതാണ്. അത് മാസത്തിൽ ഒന്ന് നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ ഐഡിയിൽ ചെയ്യാനും ശ്രമിക്കുക. അത് നമ്മുടെ ലീഡേഴ്സിന് വേണ്ടി ചെയ്യുന്നതല്ല, നമുക്ക് വേണ്ടി ചെയ്യുന്നു. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ അപ്ലൈൻ ലീഡേഴ്സിന് വേണ്ടി ആരും ഈ ബിസിനസ് ചെയ്യേണ്ട. അവർ ഇന്ന് അല്ലെങ്കിൽ നാളെ മറ്റുള്ള വ്യക്തികളെ കണ്ട് ഈ അവസരം കൊടുത്തുകൊണ്ട് ഈ ബിസിനസ് ഇവിടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് മാത്രമാണ് പോകുന്നത്. വേറൊരാൾക്കും ഇവിടെ ഈ ഒരു ഇത് പോകില്ല. അങ്ങനെ ശക്തമായ തീരുമാനം എടുക്കുക. നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് എല്ലാവർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. നമ്മുടെ